ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഇത് സ്പെഷ്യലായിട്ട് ഒരു അറബിക്ക് സ്വീറ്റ് റെസിപ്പി ഞങ്ങൾ നോക്കാം. ലുക്കേമാത്ത് അതെല്ലാം കേമാത്ത് ലുക്കേമാത്ത് ಗೊತ್ತಿಲ್ಲತ್ತೆ വെച്ചാൽ ഇതൊരു അറബിക്ക് സ്വീറ്റ്. ഇത് അറബിങ്ങളെ മെയിൻ ആയിട്ടുള്ളൊരു സ്വീറ്റ് ആയിട്ട് ഈ ഒരു ലുക്കേമാത്ത് അതെല്ലാം കേമാത്ത് ഷോർട്ടായിട്ട് ചൊല്ലെങ്കിൽ കേമാത്ത്. അപ്പോൾ ഇത് ഞങ്ങൾ ആക്കുകയും ഈസി. ഇതിപ്പോൾ സാധാരണ ഞങ്ങൾ ഇത് ആക്കിയെങ്കിൽ സമാവില്ല അങ്ങനെയല്ല ഇക്കറ്. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ചൊല്ലിയത് ഇങ്ങനെ ആക്കറേണ്ട്. ഇതിൽ തണ്ണി പിന്നെ അതുപോലെ മൈദ ഇതൊക്കെ എടുக்கிற ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് அளவில் ഞങ്ങൾ എടുത്തെങ്കിൽ കറക്റ്റായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾ ആക്കിയെടുക്കുക. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. ഇത് വെച്ചാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വീറ്റ് നിങ്ങൾക്ക് ട്രൈ ആക്കാം. അപ്പോൾ இதுக்கு வேண்டிட்டு ഞാനിവിടെ 1.5 കപ്പ് തണ്ണി എടുக்கிறேன். കപ്പ് ഇത് ഞാൻ ഇത് ഒരു കപ്പ് 250 ml കപ്പ് പിന്നെ അതിരമേ ചെറുത് 100 ml. അപ്പോൾ ടോട്ടലായിട്ട് ഞാനിവിടെ 350 ml തണ്ണി എടുത്തത്. അതായത് 1.5 കപ്പ് തണ്ണി. പിന്നെ ഞങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് എടുക്കുമ്പോൾ വലിയ സ്പൂണിൽ എടുക്കുമ്പോൾ ഇങ്ങനെ ലെവലാക്കി എടുത്തെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഷുഗർ. ഈസ്റ്റ് എടുക്കുമ്പോൾ ഞങ്ങൾ പല ഈസ്റ്റ് എടുക്കുത്തില്ല, പുതിയ ഈസ്റ്റ് നോക്കി എടുക്കണം. പല ഈസ്റ്റ് ആയി ഞങ്ങൾ ഏതും ഞങ്ങൾ ആക്കുമ്പോൾ അതിങ്ങനെ പൊന്തിട്ട് ബണ്ടില്ല. അപ്പോൾ അത് കൊണ്ടിട്ട് ഞങ്ങൾ പുതിയ ഈസ്റ്റ് എടുത്തെങ്കിൽ അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് വെച്ചെങ്കിൽ 10-15 മിനിറ്റ് ഞങ്ങൾ റെസ്റ്റ് വയ്ക്കാം. പിന്നെ അതിരടിക്ക് ഞങ്ങൾ இதுக்கு പിന്നെ മൈദ ഞാനിവിടെ കറക്റ്റായിട്ട് 400 ഗ്രാം മൈദ എടുത്തത്. അതായത് നിങ്ങൾ കപ്പിൽ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 2.25 കപ്പ് മൈദ ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഗ്രാമിൽ നോക്കി എടുക്കുന്നത് നല്ലത്. കപ്പിൽ എടുക്കുന്നത് വെച്ചാൽ പോലെ 2.25 കപ്പ് മൈദ 400 ഗ്രാം. ಅದಕ್ಕೆ തെല്ല് ഒരു 2 പിഞ്ച് അത്ര ഉപ്പ് ഇട്ട് കൊടുക്കുക. 2-3 പിഞ്ച് ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. അത് വലിയ സ്പൂണിൽ ഫുള്ളായിട്ട് 2 സ്പൂൺ കോൺഫ്ലോറും പിന്നെ 2 സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തേ. അപ്പോൾ ഇത് ഇട്ടിട്ട് ഞങ്ങൾ ഇതിക്ക് തെല്ല് വാനില എസൻസും ഇട്ട് കൊടുക്കണം, ബീത്തി കൊടുക്കണം. അതൊരു 1-1.5 ടീസ്പൂണോ അങ്ങനെ ബീത്തി കൊടുക്കണം. നിങ്ങൾക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ 10 മിനിറ്റ് നിങ്ങൾ റെസ്റ്റ് വെച്ചല്ലേ, ആ റെസ്റ്റ് വെച്ച അതിൽ തണ്ണി അത് വീത്തിട്ട് ഞങ്ങൾ ഇത് മിക്സ് ആക്കി എടുത്തെങ്കിൽ വേറെ എക്സ്ട്രാ തണ്ണി ഒന്നും വേണ്ട, അതേ തണ്ണി മേയോ കറക്റ്റായിട്ടിരിക്കുക. അപ്പോൾ ഈസ്റ്റിട്ട് ഞങ്ങൾ 10 മിനിറ്റ് റെസ്റ്റ് ബീക്കറല്ലേ, അപ്പോൾ തന്നെ ഒന്ന് പൊന്തിട്ട് വേണ്ട. അപ്പോൾ അതിൽ പിന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ബീത്തിട്ട് ഞങ്ങൾ നല്ല ഒന്ന് കളിച്ചെടുത്തെങ്കിൽ. അപ്പോൾ ഇങ്ങനെ കൊലിച്ചെടുക്കുമ്പോൾ കണ്ടല്ലേ കൈക്കെല്ലാം ഇങ്ങനെ പത്തി പിടിക്കരുത്. ഇതേ ലൂസിൽ വേണോ ചുമ ഗട്ടിയാവും തീരാ ഇത്രയും വേണോ. അപ്പോൾ കൈക്കെല്ലാം പത്തി പിടിക്കറല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ബീത്തിയല്ല. ഓയിൽ ഞങ്ങൾ ഏത് ഓയിലോ തേങ്ങ നല്ല വേണ്ട, ഏതെങ്കിലും ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ 2 ടേബിൾ സ്പൂൺ അത് ബീത്തി കൊടുക്കുറേ. ಬಿತ್ತಿಟ್ಟು ನಾನು ಇದ್ರಲ್ಲಿ ಕಾಟ್ರೆ ಪೊಲೆಮೆ ಚಂದ ನಂಗೆ ಇದು ಕೊಲ್ಚೆಡ್ಕೊಂಡು ಚಂದ ಇವ್ರ ಮೈದಾ ಬಿಟ್ಟು നല്ല ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റെങ്കിലും ഞങ്ങൾ ഇതുപോലെ ചന്ത ഇങ്ങനെ മിക്സ് ആക്കി കൊലിച്ചെടുക്കണം, അടിച്ചെടുക്കണം മൈദ. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല അടിച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആയെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അടിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത്ര മേയോ കണ്ടല്ലേ, ഇതെല്ലാം നടുക്കാക്കിയിട്ട് ഞങ്ങൾ ഇതൊന്ന് റെസ്റ്റ് വയ്ക്കണം. ഒരു ഗಂಟೆ അതല്ലെങ്കിൽ ഒരു 1.5 ಗಂಟೆಲ್ಲ റെസ്റ്റ് വയ്ക്കുക. നല്ല ഒന്ന് പൊന്തിട്ട് വരട്ടെ. അതിനെക്കാട്ടി ಯಾರು ചുമ്മാ ടൈം വേണ്ടിയിട്ടില്ല, ഒരു 1-1.5 ಗಂಟೆ ആകുമ്പോൾ നല്ല പൊന്തിട്ട് വേണ്ട. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഇതിക്ക് പിന്നെ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതും ഞാനിവിടെ 2 കപ്പ് ഷുഗർ എടുക്കുക. അത് 250 ml കപ്പ്. അപ്പോൾ ഇത് 2 കപ്പ് ഷുഗർ വേണ്ടിയിട്ടില്ല, നിങ്ങൾ ഒരു 1.5 കപ്പ് എടുത്തെങ്കിൽ ഞാനിപ്പോൾ ഇത് എടുത്തില്ല ആറായിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1.5 കപ്പ് എടുത്തെങ്കിൽ അപ്പോൾ ഞങ്ങൾ 1.5 കപ്പ് ഷുഗർ എടുക്കുമ്പോൾ 1.5 കപ്പ് തണ്ണി എടുത്തെങ്കിൽ ഞാനോട് 2 കപ്പ് തണ്ണി ഊറ്റി കൊടുത്തേ. പിന്നെ ഇതിൽ ഏലക്കി പൊടി ഇട്ടിട്ട് ഇത് നല്ല പായപ്പാട്ടണോ. നിങ്ങൾ ഷുഗർ ഇങ്ങനെ ജസ്റ്റ് മെൽട്ടായിട്ട് വന്നിട്ട് അപ്പമേ ഓഫ് ആക്കറല്ല, നല്ല പായച്ചിട്ട് ഇതുപോലെ പായച്ച് പണ്ടല്ലേ. അതിൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇത് നല്ല ഒന്ന് പായപ്പാട്ടി എടുക്കണോ. പിന്നെ ചുമ്മ ഗട്ടി അവിടെ അങ്ങനെയല്ല, ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ല പായപ്പാട്ടി എടുക്കണോ. അതിനിടയ്ക്ക് ഞങ്ങൾ ഇതിൽ ലെമൺ ജ്യൂസും വീത്തി കൊടുക്കണോ. അപ്പോൾ ഇതാ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നല്ല പായച്ചിട്ട് വന്നിട്ട് ഇത്ര മേയോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഓഫ് ആക്കാം. ഇതൊരു സൈഡിലേക്ക് ഇട്ട് അപ്പോൾ ഇതാ കൂടെ അതിൽ ഇത് ബാക്കിയെല്ലാം ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു 1.5 ಗಂಟೆല്ലാം ആയിരുന്നു ഞാനിവിടെ ഇത് ഇത് മൈദ കൊലിച്ച് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഒരു 1 ಗಂಟೆ അതല്ലെങ്കിൽ ഒരു 1.5 ಗಂಟೆ പക്ഷേ നിങ്ങൾ ക്ലൈമറ്റ് എല്ലാം നല്ല ചൂടുള്ള ക്ലൈമറ്റ് എനിക്ക് 1 ಗಂಟೆಲೇ നല്ല പൊന്തിട്ട് വേണ്ട. അതിനെക്കാട്ടി ആറെ വേണ്ട. പിന്നെ നിങ്ങൾ കോൾഡ് ഉണ്ട്, ചളി അങ്ങനത്തെതെല്ലാം ക്ലൈമറ്റത്തിൽ തണുപ്പുള്ള ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ ഒരു 1.5 ಗಂಟೆല്ലാം വേണം നോക്കിയുള്ളൂ. ഞാനിപ്പോൾ 1.5 ಗಂಟೆ വെച്ചിട്ട് ഇതിനെക്കാട്ടി ആറെ വേണ്ട. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതാ ഇതിൽ കാട്ടുന്ന പോലെ ചന്ത ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഫസ്റ്റ് ഇതുപോലെ ആക്കി എടുത്തെങ്കിൽ ഇങ്ങനെ അപ്പോൾ ഇതാ ഇതുപോലെ ഒക്കെ എടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് ഒരേ ഷേപ്പിലേക്ക് ഇട്ട് വെക്കാനായിട്ട് ഞങ്ങളെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലെങ്കിൽ പാലിൻ്റെ കവർ ബണ്ടല്ലേ, കവറുകൾക്ക് ഞങ്ങൾ ഇട്ടിട്ട് അത് ഞങ്ങൾ അതിൽ കൂടിത്തിൽ കട്ടാക്കിയിട്ട് അങ്ങനെ ഞങ്ങൾ എണ്ണയിലിട്ടിട്ട് അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഒരേ ഷേപ്പിലേക്ക് ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ടിട്ടും കയ്യിലെടുത്തിടാം. ഞാനിപ്പോൾ അത് ഞങ്ങൾ കേക്ക് നോസിലെല്ലാം ബേക്കറി കപ്ലിംഗ് ഉണ്ടല്ലേ അത് എടുത്തിട്ടാണ്. നോസിൽ ഉണ്ടെങ്കിൽ നോസിൽ ഞങ്ങൾ റൗണ്ട് ഇതിലുള്ള നോസിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കിയിട്ട് വെക്കുക. അതല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂൺ ഇക്കറല്ലേ, സ്പൂണിലും ഞങ്ങൾ ഇതാക്കി എടുക്കുക. സ്പൂൺ ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് എണ്ണയ്ക്ക് മുക്കിയുള്ളൂ.
മുക്കിയിട്ട് ആ മൈദ അതിൽ നിങ്ങൾ എടുത്തിട്ട് എണ്ണയ്ക്കിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ട് അപ്പോൾ ഒരേ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഇല്ലെങ്കിൽ അതിങ്ങനെ ചെറിയ ബില്ലി അങ്ങനെ എല്ലാം ആവും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് ഇതിൽ നിങ്ങൾ മൈദ മിക്സ് ഉണ്ടല്ലേ പിട്ടുണ്ടല്ലേ ಇದಕ್ಕೆ ನಂಗೆ ನೊರ್ಚು കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഇത് മൈദ എല്ലാം നിറച്ച് കൊടുത്തിട്ട് അപ്പോൾ നിങ്ങൾ പാലിൻ്റെ കവറിലാക്കുകയും ഇതേപോലെ അതിൽ ഒരു മൂല കട്ടാക്കിയിട്ട് ഇതിൽ കാട്ടുற പോലെയും അങ്ങനെ ആക്കിയെങ്കിട്ട് അപ്പോൾ ഇങ്ങനെ പ്രസ് ആക്കുമ്പോഴത്തേക്ക് പണ്ടല്ലേ അവിടെ ഞങ്ങൾ ഒന്ന് കത്രിയിലൊന്ന് കട്ടാക്കിയിട്ടെങ്കിട്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കാട്ടുறேன். അപ്പോൾ എണ്ണ ഇവിടെ ചൂടാകുക വെച്ചുறேன். എണ്ണ ഇത് ചൂട് ചെന്നെങ്കിൽ ചുമ തീ വേണോട്ടില്ല ഇതിക്ക് ചെറിയ തീയിൽ വെച്ചുണ്ടെങ്കിട്ട് ചുമ ലോ ഫ്ലെയിമല്ല ലോഡ് മീഡിയം നടുക്ക് വെച്ചുള്ളൊരു ഹൈ ഫ്ലെയിമിൽ വെക്കണം. തീയാറ വേണ്ട ചെറിയ തീയിൽ വെച്ചിട്ട് നിങ്ങൾ ആക്കിങ്ങിട്ട് പിന്നെ വെച്ചാൽ ചുമ്മാ ലോ ഫ്ലെയിം അല്ല. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ പ്രസ് ആക്കിയിട്ട് കട്ടാക്കിയിട്ടില്ലേ കട്ടാക്കി ഇടുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് കത്രി ഒന്ന് എണ്ണയ്ക്ക് മുക്കിയൊള്ളണോ ഇതുപോലെ കണ്ടില്ലേ ഇതിൽ ഞാൻ കാട്ടുற പോലെയും ആക്കി എടുക്കുറോ. അപ്പോൾ നിങ്ങൾ ഇത് ആയത്ര ഒരേ സൈസിലാക്കോ നോക്കണോ അങ്ങനെ നോക്കുറോ. ചെറിയ ബെലെല്ലാം അങ്ങനെ ഇങ്ങനെ ഫസ്റ്റെല്ലാം ആക്കുമ്പോൾ ചെറിയ ബെലെല്ലാം ഉണക്കിയത് ചെറിയ ബെലെല്ലാം അവിടെ ആക്കുമ്പോഴത്തേക്ക് അപ്പോൾ നിങ്ങൾ ആയത്ര ഒരേ സൈസിലാക്കോ നോക്കുറോ. പിന്നെ ഇത് നല്ല കായണം നല്ല കാഞ്ഞിട്ട് പറഞ്ഞു എല്ലാം ഒരേപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് പറഞ്ഞു കായിടുന്നത് കൂടെയെങ്കും ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടില്ല സോഫ്റ്റ് ആവും. അപ്പോൾ നല്ല കായണം നല്ല ഗോൾഡൻ കളറായിട്ട് പറഞ്ഞു അത്ര തൊല്ലെങ്കിൽ ഇത് ചന്ത മിക്സ് ആക്കിക്കൊണ്ടേ വേണോ ഇല്ലെങ്കിൽ ഒരേ സൈഡ് കായിട്ട് എല്ലാ സൈഡും ഒരേപോലെ നല്ല ഗോൾഡൻ കളറാക്കി എടുക്കൊണ്ട് കാട്ടുന്നതാണ്. ഇത് നച്ചുന്ന പോലെ അറബിങ്ങിലെ മെയിൻ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഈ ഒരു ലുക്കിയമാത്ത് ഇതിപ്പോൾ ഞങ്ങൾ അവിടെ നിസ്കരിക്കുമെല്ലാം പോകണ്ടല്ലോ പള്ളിക്ക് തറാബിക്ക് ഇതേപോലെ ഇത് കിയാമുല്ലയിലെല്ലാം പോകുമ്പോൾ അവിടെ അങ്ങ് കുടന്ന് വയ്ക്കാറ് ഇങ്ങനെ തിന്നോക്ക് നിസ്കരിക്കുക പോയെങ്കിലുള്ള സ്വീറ്റ് പിന്നെ കുടിക്കോ ചായ അങ്ങനത്തേതെല്ലാം കാവ ഇങ്ങനത്തേതെല്ലാം കുടന്ന് വയ്ക്കാറ്. അപ്പോൾ അതിൽ എപ്പോഴേക്കറി ഈ ഒരു സ്വീറ്റ് ലുക്കിയമാത്ത് അങ്ങനെ സ്വീറ്റ് മെയിനായിട്ട് അങ്ങനെ സ്വീറ്റ് ആയിട്ടിരിക്കുന്നത് അങ്ങനെ അപ്പോൾ പള്ളിയിലെല്ലാം എപ്പോഴും ഇതിക്കറ് നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കറ് കുറേ ആൾക്കെല്ലാം നല്ല ഇഷ്ടമായിട്ടിരിക്കറ് ഈ ഒരു ഇത് ലുക്കിയമാത്ത് നക്കും നല്ല ഇഷ്ടമായിട്ടിരിക്കറ്. അപ്പോൾ ഇതാ ഇതുപോലെ കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായിട്ട് പറഞ്ഞതാ ഈ ഒരു കളറാകുമ്പോൾ ഞങ്ങൾ ഇത് എടുത്തിങ്ങായിട്ട് അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങൾ കൊന്തയത്തല്ല ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഒന്നും കണ്ണി കേൾക്കുറോ ഇതേപോലെ ഞങ്ങൾ ആക്കി എടുത്തിങ്ങായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലുക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ആക്കി എടുക്കുക. അപ്പോൾ ഇത് ഞാൻ ആക്കിയത് ഒന്ന് ചെറിയ സൈസായിട്ട് ഇതിനെക്കാട്ടി ഒന്ന് തെല്ലും ഒന്നും കൂടി വലിയ സൈസിലാക്കണം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് പണ്ട് തെല്ല് ഇതൊന്ന് ചെറിയ പോലെ ആയിട്ട് തെല്ല് വലിയ സൈസിലാക്കിയങ്ങായിട്ട് നിങ്ങൾ ആക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഇതേപോലെ എല്ലാം ബാക്കിയെല്ലാം ഇങ്ങനെ ആക്കിയങ്ങായിട്ട് അപ്പോൾ എല്ലാം ആക്കിയാൽ പിന്നെ കാട്ടുന്നതാണ്. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ട് അപ്പോൾ ഇത്ര ആയിട്ട് കിട്ടിയിരുന്നു ഞാൻ എടുത്ത മൈദത്തിൽ ഇത്ര ആയിട്ട് കിട്ടിയിട്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ സൗണ്ട് കേൾക്കിടല്ലേ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കരുത് സോഫ്റ്റ് ആവുക മെത്തനാവുക മേലെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വേണം ഇതുപോലെ ആയിട്ട് വേണം. ഇനിയിപ്പോൾ ഞങ്ങൾ ഇതിപ്പോൾ ഞാൻ ആക്കിയത് കണ്ടില്ലേ തിൽ ചെറിയ വിലയെല്ലാം ആയിട്ട് അപ്പോൾ നിങ്ങൾ ഇത്ര ഒരേ സൈസിലാക്കുക നോക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് ഉണ്ടല്ലേ അത് കിട്ടിയിട്ട് ഞങ്ങൾ വന്ന് അതിലൊന്നും ചന്ത ഒന്ന് അടിമേലാക്കി എടുക്കണം. ചുമ്മ അതിലിട്ട് ബേക്കറങ്ങനല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചന്ത ഇട്ടിട്ട് ഇതുപോലെ നല്ല കോട്ടാവണം ആ ഒരു ഷുഗർ സിറപ്പ് എല്ലാത്തും നല്ല എത്തണം. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് ചൂടെല്ലാം പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചൂട് തണിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് ഇതുപോലെ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞങ്ങൾ ഇതുപോലെ ആക്കി എടുത്തിട്ട് ഇതിപ്പോൾ ഞങ്ങൾ എത്ര നാൾ വെച്ചെങ്കിൽ ഇത് ബെടുക്കാവില്ല എത്ര നാൾ വെച്ചിട്ട് ഞങ്ങൾ ഇത് തിന്നാം. മേൽകിനകത്തിൽ ഇങ്ങനെ ബെൽത്തേയിൽ ഇട്ട് കൊടുത്തേ ബെൽത്തേയിൽ ഇടുക അതേപോലെ ഞങ്ങൾ ഡേറ്റ്സ് സിറപ്പ് ഇതിൻ്റെ മേൽക്ക് ഇട്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് സവാക്കിയിട്ട് അങ്ങനെ അങ്ങനെ തിന്നാം. അപ്പോൾ ഉൾഗത ഇതുപോലെ ഇക്കറ് മേലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ഞങ്ങൾ ഗുലാബ് ജാമുൻ പോലെ സോഫ്റ്റ് അല്ല മേലെ തെല്ല് ഇങ്ങനെ ഗട്ടി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് ബാക്കി ഷുഗർ സിറപ്പ് ഉണ്ടല്ലേ അത് തെല്ല് ലൂസ് ആയിട്ടിരുന്നല്ലേ അത് ഞാൻ ഒന്ന് കൂടി പായപ്പാട്ടിയിട്ട് ഒന്ന് ഗട്ടിയാക്കി എടുത്തേ ഒന്ന് തിക്കാക്കി എടുത്തേ. അപ്പോൾ അത് ഞങ്ങൾ ഇതാ ഇതുപോലെ അതിന് മേൽക്ക് ഞങ്ങൾ ഇങ്ങനെ സെർവ് ആക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ഞങ്ങൾ ഷുഗർ സിറപ്പും വെത്തിയിട്ട് ഇങ്ങനെ കൊടുക്കുறீங்க ഇങ്ങനെ കൊടുക്കുക അതല്ലേ ഞങ്ങൾ ഇപ്പോൾ ഗുലാബ് ജാമുൻ എല്ലാം ഞങ്ങൾ സെർവ് ആക്കി കൊടുക്കുറല്ലേ അതുപോലെ ആക്കി കൊടുക്കുறீங்க അങ്ങനെ ആക്കി എടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഗുലാബ് ജാമുൻ പോലെ സോഫ്റ്റ് അല്ല മേലെല്ലാം നല്ല ഗട്ടിയായിട്ടിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്രത്തോളം ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ആക്കി നോക്കുറോ ഈ ഒരു പെരുന്നാളിന് വെച്ചുന്ന പോലെ ഡിഫറെൻ്റ് ആയിട്ട് ആക്കുறீங்க എന്തെങ്കിലും ആക്കുന്നെങ്കിൽ ഈ ഒരു സ്വീറ്റ് നിങ്ങൾ ട്രൈ ആക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കുറോ കമൻറ്റ് ആക്കുറോ അതേപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ്ಗೆ ಎಲ್ಲರಿಗೂ വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുറോ. ಅದಕ್ಕೆ ನನ್ನ ಈ ಚಾನೆಲ್ ಫಸ್ಟ್ ಆയിട്ട് കാണണമെങ്കിൽ ಚಾನೆಲ್ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ടമുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കുറോ. ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.